മാസ്റ്റർ ലാറ്റക് ക്ലാസ്സുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്താണ് ലാറ്റക്? ലാറ്റക് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ സിസ്റ്റമാണ്. നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലെങ്കിൽ ഓപ്പൺ ഓഫീസ്, ലിബർ ഓഫീസ് ഒക്കെ പോലെ ഡോക്യുമെന്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, ടൈപ്പ് സെറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് ലാറ്റക് എന്ന് പറയുന്നത്. നമുക്ക് സയന്റിഫിക് ജേർണൽസ്, ടെക്നിക്കൽ റിപ്പോർട്ട്സ്, ഈവൻ സ്ലൈഡ് പ്രസന്റേഷൻസ്, അതുപോലെ സയൻസ്, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് ഫീൽഡിലെ ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് വരുന്ന സിമ്പിൾസ് കാര്യങ്ങളൊക്കെ സാധാരണ ഡോക്യുമെന്റ് പ്രോസസ്സ് വെച്ചിട്ട് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഈവൻ നമുക്ക് നല്ല ബ്രോഷേഴ്സ്, ലീഫ്ലെറ്റുകൾ, സയന്റിഫിക് തീസിസ്, ഡിസർട്ടേഷൻസ് ഒക്കെ ബുക്കുകൾ നമുക്ക് ലാറ്റക് വെച്ചിട്ട് ടൈപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ സിസ്റ്റമാണ് ലാറ്റക് എന്ന് പറയുന്നത്. ഒരുപാട് കൺട്രോളുകൾ സാധാരണ ഒരു ഡോക്യുമെന്റ് പ്രോസസ്സിംഗ് സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ട് കമ്പയർ ചെയ്ത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് ടെക് എന്ന് പറയുന്നത്. നമുക്ക് ഇംഗ്ലീഷിൽ മാത്രമല്ല, മലയാളം മീൻസ് ലോക്കൽ ലാംഗ്വേജസിൽ നമ്മുടെ ഒരുവിധ ഇന്ത്യൻ ലാംഗ്വേജസ് ഒക്കെ ടെക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലയാളം ആയാലും ഹിന്ദി ആയാലും കന്നഡ, തമിഴ് ഒക്കെ നമുക്ക് ലാറ്റക് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ലാറ്റക് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ലാറ്റക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല, സ്റ്റാൻഡ് അലോൺ ആയിട്ട് വർക്ക് ചെയ്യില്ല. ലാറ്റക് വർക്ക് ചെയ്യണമെങ്കിൽ ടെക്കിന്റെ ഏറ്റവും നല്ല ടെക് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ, ടെക് ഡിസ്ട്രിബ്യൂഷന്റെ മുകളിലാണ് ലാറ്റക് വർക്ക് ചെയ്യുക. ടെക്കിന്റെ മുകളിലാണ്. ടെക് ഡിസൈൻ ചെയ്യുന്ന 1978 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിട്ടുള്ള ഡൊണാൾഡ് ആണ് ടെക് ഡെവലപ്പ് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. ആ ടെക്കിന്റെ മുകളിലാണ് ലാറ്റക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടെക് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അതിന്റെ മുകളിലാണ് ലാറ്റക് വർക്ക് ചെയ്യുക. ലാറ്റക് എന്ന് പറയുന്നത് ടെക്കിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മാക്രോ പാക്കേജ് ആണ്. സോ ഇപ്പൊ ലാറ്റക് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഏതെങ്കിലും ടെക് ഡിസ്ട്രിബ്യൂഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ടെക് ഡിസ്ട്രിബ്യൂഷൻസ്, ഒരുപാട് ടെക് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, ടെക്കിന്റെ ഇംപ്ലിമെന്റേഷൻസ് ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള പലതും ഫ്രീ ആയിട്ടുള്ളതാണ്. അതിനകത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ചില ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ടെക് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ടെക് ലൈവ്, മാക് ടെക്, മിക് ടെക് ഒക്കെ. അതിൽ ടെക് ലൈവ് ലിനക്സ് സിസ്റ്റംസിന്, യുണിക്സ് സിസ്റ്റംസിന് പറ്റും. ലിനക്സ്, ഉബുണ്ടു, മിന്റ് അതിനകത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഫെഡോറ അതിനകത്തൊക്കെ ടെക് ലൈവ് യൂസ് ചെയ്യാം. മാക് ഓഎസിന് യൂസ് ചെയ്യാം, വിൻഡോസിന് യൂസ് ചെയ്യാം. അപ്പം ഈ ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെക് ലൈവ് വേർഷൻസ് ഉണ്ട്. മാക് ടെക് എന്ന് പറയുന്നത് മാക് ഓഎസിന്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. മിക് ടെക് വിൻഡോസിന് മാത്രമാണ്. അപ്പോൾ പല ടെക് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അതിൽ ടെക് ലൈവും മിക് ടെക്കും ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. മിക് ടെക് വിൻഡോസ് ഓഎസിന് മാത്രമുള്ളതാണ്. ടെക് ലൈവ് നമുക്ക് ഏത് ഓഎസിനും യൂസ് ചെയ്യാം. ലിനക്സ് ആയാലും വിൻഡോസ് ആയാലും മാക്കിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ലാറ്റക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ടെക് ഡിസ്ട്രിബ്യൂഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ടെക് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് ടെക് പഠിക്കാം. അതിന് ഓൺലൈൻ ലാറ്റക് എഡിറ്റേഴ്സ് ഉണ്ട്, ഓൺലൈൻ സർവീസസ് ഉണ്ട്. ഓവർലീഫ്, കോകാൽക്ക്, പാപ്പീരിയ എന്നൊക്കെ പറയുന്ന ഓൺലൈൻ ലാറ്റക് എഡിറ്റേഴ്സും ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പഠിക്കാവുന്നതാണ്. എങ്ങനെയാണ് ലാറ്റക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ലാറ്റക് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ആദ്യമേ. ഏതെങ്കിലും ടെക് ഡിസ്ട്രിബ്യൂഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൽ വിൻഡോസ് വേർഷൻ ആണെങ്കിൽ ടെക് ലൈവ് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ മിക് ടെക് യൂസ് ചെയ്യാം. ടെക് ലൈവ് മറ്റു ഓഎസുകളിലും അവൈലബിൾ ആണ്. ഇനി മിക് ടെക്കിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന വിചാരിക്കുക, വിൻഡോസിന് വേണ്ടിയിട്ട്. അപ്പൊ ടെക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, പോരാ, ഇത്രയും ചെയ്താൽ പോരാ. ടെക് ഫയലുകൾ നമുക്ക് എഡിറ്റ് ചെയ്യണം, കമ്പൈൽ ചെയ്യണം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈവൻ സാധാരണ ഒരു നോട്ട് പാഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്ക് അതിൽ കൂടുതൽ കമാൻഡോ കൺട്രോളോ കാര്യങ്ങളോ ഒന്നും
അതുപോലെ യൂസർ ഇന്റർഫേസ് ഒക്കെ വേണം ഇത് എഡിറ്റ് ചെയ്യാൻ കുറെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ആയിട്ടുള്ള നോട്ട് പാഡിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. പക്ഷെ അതിനായിട്ട് ടെക് ഫയലുകൾ എഡിറ്റ് ചെയ്യാനും കമ്പൈൽ ചെയ്യാനായിട്ട് കുറെ ടെക് എഡിറ്റേഴ്സ്, ടെക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറച്ചെണ്ണം ടെക് മേക്കർ, ടെക് സ്റ്റുഡിയോ, ടെക്നിക് സെന്റർ, കൈൽ ഒക്കെയാണ്. അതിൽ ടെക് മേക്കർ വിൻഡോസിലും ലിനക്സിലും അവൈലബിൾ ആണ്. ടെക്നിക് സെന്റർ വിൻഡോസ് സിസ്റ്റത്തിൽ മാത്രം, വിൻഡോസ് OS മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെയൊക്കെ സൈറ്റ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മനസ്സിലായി ഏതൊക്കെ OS ആണ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ടെക് സ്റ്റുഡിയോ ഉണ്ട്, കൈലുണ്ട്, വിം ഉണ്ട്. ടെക് മേക്കർ വിൻഡോസിലും ലിനക്സിലും ഓക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ഏതെങ്കിലും ഒരു ടെക് ഡിസ്ട്രിബ്യൂഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ അതിന്റെ മുകളിൽ രണ്ടാമതായിട്ടാണ് ടെക് എഡിറ്റർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു എഡിറ്റർ, ടെക് എഡിറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടെക് ഡിസ്ട്രിബ്യൂഷന്റെ മിക്ടെക്കിന്റെയും ടെക് ലൈവിന്റെയും ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടെക് എഡിറ്റേഴ്സ് ആയിട്ടുള്ള ടെക് മേക്കർ, ടെക്നിക് സെന്ററിന്റെ ഒക്കെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഓൺലൈൻ ടെക് എഡിറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ ടെക് എഡിറ്റേഴ്സ് ആണ് ഓവർലീഫ്, കോക്കാൽക്ക് ഒക്കെ. അപ്പോൾ ഓൺലൈൻ ടെക് എഡിറ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇന്റർനെറ്റ് കണക്ഷനും ബ്രൗസറും മാത്രം ഉണ്ടായാൽ മതി. ടെക് ഡിസ്ട്രിബ്യൂഷൻസോ ടെക് എഡിറ്റേഴ്സ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുക, രജിസ്റ്റർ ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഈ സാധനങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യണ്ട. രണ്ടാമത്തേതായിട്ട് നമ്മൾ ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്, രജിസ്റ്റർ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷെ നമുക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്യുന്ന ഫയൽ വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ മെയിലിലോ അല്ല, നമുക്ക് ഈ ഓൺലൈൻ ടെക് എഡിറ്റർ വഴി തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം. വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന്, പക്ഷേ ചിലപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് ഗൈഡൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് ആയിരിക്കും. അപ്പൊ അവർക്ക് അവിടുന്ന് ഇതേ ഫയൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ഡേറ്റഡ് ആവും. അപ്പൊ എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരാൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടുന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റഡ് വേർഷൻസിൽ നമുക്ക് പിന്നെ ഇവിടുന്ന് വർക്ക് ചെയ്യാവുന്നതാണ്. ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ റിസൾട്ടിംഗ് ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, PDF ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാം. അതിലൊന്നും പ്രശ്നമില്ല. സാധാരണ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഓൺലൈൻ ടെക് എഡിറ്റേഴ്സിന്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറച്ചെണ്ണാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഓവർലീഫും കോക്കാൽക്കും ഒക്കെ. ഇതൊരു സാമ്പിൾ ആണ്, ഒരു ടെക് മേക്കറിൽ ചെയ്തിരിക്കുന്നതാണ്. ടെക് മേക്കറിൽ മിക്ടെക് ഡിസ്ട്രിബ്യൂഷന്റെ മുകളിൽ ടെക് മേക്കർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് ചെയ്തിരിക്കുന്നതാണ് ഒരു സാമ്പിൾ. ഇവിടെ നമ്മൾ ഫയലിൽ ന്യൂ ഫയൽ എടുക്കുക, അല്ലെങ്കിൽ ഈ പ്ലസ് സിമ്പൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫയൽ എടുക്കുക. ഇവിടെയാണ് കമ്പൈൽ ആൻഡ് റൺ ഓപ്ഷൻ ഉള്ളത്. അവിടെ ഒത്തിരി ഓപ്ഷൻസ് കാണും. ക്വിക്ക് ബിൽഡ്, PDF ഉണ്ട്, ലാറ്റക് PDF ഉണ്ട്, ടെക് PDF ഉണ്ട്, CLATEC ഉണ്ട്, കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ക്വിക്ക് ബിൽഡ് മതിയാവും. ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്, സിമ്പിൾ ലാറ്റക് കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡോക്യുമെന്റ്, ക്ലാസ്, ആർട്ടിക്കിൾ, ബിഗിൻ ഡോക്യുമെന്റ്, ഹലോ വേൾഡ്, എൻഡ് ഡോക്യുമെന്റ്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കമ്പൈൽ ആൻഡ് റൺ, ഇവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ പോലെ കമ്പൈൽ ആൻഡ് റൺ എന്നുള്ള വാക്കിന് പകരം ബിൽഡ് ആണ്. ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും കൂടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്.